ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 45 ഉണ്ടോ? ആ, ചോദ്യം ഇങ്ങനെയാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 10 centimeters and the ratio of the sides 2:3:4. അപ്പൊ അതായത് നിങ്ങളൊരു അപ്പോ ചോദ്യം കണ്ടോ? ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരയ്ക്കണം. അതിനെക്കുറിച്ച് രണ്ട് കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 10 സെന്റിമീറ്റർ. എന്താണ് ഈ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ട്രയാങ്കിളിന്റെ, ആ ത്രികോണത്തിന്റെ 3 സൈഡും കൂടെ കൂട്ടുമ്പോൾ എത്ര സെന്റിമീറ്റർ കിട്ടണം? 10 സെന്റിമീറ്റർ കിട്ടണം. ഇനി പിന്നെന്താ പറഞ്ഞേക്കുന്നത്? സൈഡ്സിന്റെ റേഷ്യോ, സൈഡ്സിന്റെ വശങ്ങളുടെ അംശബന്ധം, സൈഡ്സിന്റെ റേഷ്യോ എന്ന് വായിച്ചാൽ എത്ര? 2:3:4. ശ്രദ്ധിക്കാം. ഇപ്പൊ സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ മാത്തമാറ്റിക്സിൽ ഒരു ബേസിക് ഐഡിയ ഉള്ള ആൾ എങ്ങനെ ആലോചിക്കുന്നത് അറിയോ? 8ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 കൂടെ കൂട്ടുമ്പോഴല്ലേ പെരിമീറ്റർ കിട്ടുന്നത്. അത് എത്ര ഉണ്ട്? 10 ഉണ്ട്. റേഷ്യോ ഉണ്ട്, അംശബന്ധമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ 10നെ 4 3 7 2 9 വീതം വെക്കണം. അതിൽ 2 ഭാഗമായിരിക്കും ഒന്നാമത്തെ സൈഡിന്റെ ലെങ്ത്. അടുത്തത് 10നെ 9 വീതം വെച്ചതിൽ 3 രണ്ടാമത്തെ ആളിന്റെ മെഷർമെന്റ്. 10നെ 9 വീതം വെച്ചതിൽ 4 മൂന്നാമത്തെ ആളിന്റെ മെഷർമെന്റ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ കുഴപ്പമുണ്ട്. എന്താ? ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ചെറിയ കുഴപ്പം. ഈ 10നെ ഈ 9 കൊണ്ട് 9 കൊണ്ട് ന്യൂമറേറ്ററിലാ 10 കിടക്കുന്നേ, ഡിനോമിനേറ്ററിലാണ് 9 കിടക്കുന്നത്. അപ്പൊ 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? 1 പോയിന്റ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസിമൽ നമ്പർ കിട്ടും. അതിനെ 2 കൊണ്ട് ഗുണിക്കണം, അതിനെ 3 കൊണ്ട് ഗുണിക്കണം, അതിനെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്താ സംഭവിക്കും? പോയിന്റ് കഴിഞ്ഞ് കുറെ നമ്പറുള്ള ഒരു 3 നമ്പർ നമുക്ക് കിട്ടും. അതൊക്കെ വെച്ചൊന്ന് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അവിടാണ് നമ്മൾ ഏത് ഐഡിയ പ്രയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിന്റെ പേര് പാരലൽ ലൈൻസിന്റെ ഐഡിയ പ്രയോഗിക്കണം. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ എന്തുമായിരിക്കും പരിപാടി? നിരക്കിക്കൊണ്ടു പോകുന്ന ഐഡിയ എങ്ങനെയാണോ ഒച്ച പറയുന്നത്? ആദ്യം 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കണം. 10 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചാട്ടെ. 10 സെന്റിമീറ്റർ നീളത്തിൽ. അപ്പോ ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലാവുന്നുണ്ടോ അപ്പോന്? അപ്പൊ ആദ്യം 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. Charge on capacitor will be same. Charge on is capacitor will be charge. Charge on capacitor will be charge. But potential will be the same. Potential will be same. But potential will be same. അപ്പൊ നമ്മള് 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. ഓക്കെ, അടുത്ത പരിപാടി പറഞ്ഞാട്ടെ. അതേണ്ടേ
ഈ റേഷ്യോയ്ക്കകത്ത് കിടക്കുന്ന 3 നമ്പരൂടെ കൂട്ടുക. 4 3 7 2 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ വര അങ്ങോട്ട് വരയ്ക്കാം അല്ലേ? അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. 9 സെന്റിമീറ്റർ നീളത്തിൽ സിത്താരേ, അനാമികേ, ആ വരയ്ക്ക് എന്താ പേര് കൊടുത്തു? സി. അപ്പൊ എ സിയുടെ നീളം എത്രയാണ്? 9. ഇനി എന്ത് ചെയ്യണം? സിയും ബിയും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കും. സിയും ബിയും കൂടെ യോജിപ്പിക്കും. അശ്രദ്ധയായിട്ടാണോ ശ്രദ്ധ ക്ലാസ്സിലിരിക്കുന്നത്? ഇനി ഈ വരയെ 2 3 4 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അതെങ്ങനെ കട്ട് ചെയ്യും? സ്കെയിലിൽ 4 3 7 2 9 പാർട്ടായിട്ട് ഇതിനെ കട്ട് ചെയ്യണം. എത്ര പാർട്ടായിട്ട് കട്ട് ചെയ്യണം? 9 പാർട്ടായിട്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 4 3 7 2 9 പാർട്ടായിട്ടല്ലേ കട്ട് ചെയ്യേണ്ടത്? അല്ലയോ? പക്ഷേ നമ്മൾ ഇത് കറക്റ്റ് 9 സെന്റിമീറ്റർ നീളത്തിലല്ലേ വരച്ചേക്കുന്നേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ എടുത്ത് അങ്ങോട്ട് വെക്കുക. എ കഴിഞ്ഞ് എത്ര സെന്റിമീറ്റർ? 2 സെന്റിമീറ്റർ കഴിയുന്നിടത്ത് ഒരു കുത്തിടുക. കുത്തിട്ടോ? അതിന് ഡി എന്ന് പേര് കൊടുക്കാം. അപ്പൊ എ തൊട്ട് ഡി വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 2 സെന്റിമീറ്റർ. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അടുത്തത് ഡി തൊട്ട് ഇനി എത്ര സെന്റിമീറ്റർ വേണം? 3. ഡി തൊട്ട് 3 സെന്റിമീറ്റർ. അതിന് ഇ എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഡി തൊട്ട് ഇ വരെ എത്ര സെന്റിമീറ്റർ? അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇ തൊട്ട് സി വരെ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടം വരെ ഓക്കെ ആണോ? ഹലോ, ഇവിടം വരെ ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? എന്തോരിക്കണം? സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ബിസിക്ക് പാരലായിട്ട്, ബിസിക്ക് സമാന്തരമായിട്ട് ഇയിലൂടെയും ഡിയിലൂടെയും കൊച്ചൈഷ മാഡം ഇവിടെ ശ്രദ്ധിച്ചിരിക്കും, 2 പാരലൽ ലൈനുകൾ വരയ്ക്കണം. എന്താ വരയ്ക്കണം? 2 പാരലൽ ലൈനുകൾ വരയ്ക്കണം. അപ്പോ സെറ്റ് സ്ക്വയർ എടുത്ത് ബി സിയിലോട്ട് ചേർത്ത് വെക്കുന്നു. ഓക്കെ. അതിന്റെ താഴത്തെ വശത്തോട്ട് സ്കെയിൽ മുട്ടിച്ചു വെക്കുന്നു. സ്കെയിൽ അവിടെ വെച്ചോണ്ട് സെറ്റ് സ്ക്വയർ പതുക്കെ നിരക്കി എവിടെ കൊണ്ടുവരണം? ഉണ്ടെന്നില്ല, ഇയിൽ കൊണ്ടുവരണം. എവിടെ കൊണ്ടുവരണം? ഇയിൽ കൊണ്ടുവരണം. എന്നിട്ട് ഇയിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. ABCD ഈ വരെ ആയല്ലോ. അതിന് എഫ് എന്ന് പേര് കൊടുക്കുക. എന്ത് പേര് കൊടുക്കുക? എഫ്. ഓക്കെ. സെറ്റ് സ്ക്വയർ മാറ്റരുത്. സെറ്റ് സ്ക്വയർ അവിടെ തന്നെ വെക്കുക. സ്കെയില് വീണ്ടും ചേർത്ത് വെക്കുന്നു. എന്നിട്ട് സ്കെയിലിന്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ നിരക്കുന്നു. നിരക്കി എവിടെ കൊണ്ടുവരുന്നു? ഡിയിൽ കൊണ്ടുവരും. എവിടെ കൊണ്ടുവരുന്നു? ഡിയിൽ കൊണ്ടുവരും. എവിടെ കൊണ്ടുവരുന്നു? ഡിയിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ഡിയെ താഴോട്ട് യോജിപ്പിക്കുന്നു. അപ്പൊ എഫ് ആയി അല്ലേ? ജി ആയി. ഓക്കെ. അപ്പോ എ ജി, ജി എഫ്, എഫ് ജി ഇവരാര്? എ ബി എന്ന് പറയുന്ന വരയുണ്ടായിരുന്നല്ലോ, 10 സെന്റിമീറ്റർ നീളമുള്ള വര. ആ വരയെ 2:3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാം. ഒന്ന് വർക്കിംഗ് കൊടുത്തോട്ട് മാറ്റി എഴുതുക. എ ജി ഈസ് ടു ജി എഫ് ഈസ് ടു എഫ് ബി ഈക്വൽ 2:3:4. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവരാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡായിട്ട് വരണം. അങ്ങനെ
കോമ്പസ് ഉപയോഗിച്ച് ബോർഡിലേക്ക് നോക്കണം, ഞാൻ വരച്ചിട്ട് നിങ്ങൾ വരയ്ക്കും. കോമ്പസിന്റെ മുന ശ്രദ്ധിച്ചിരിക്കണം, കോമ്പസിന്റെ മുന ജിയിൽ കുത്തും. ഓക്കെ, കുത്തും. പെൻസിലിന്റെ മുന എയിൽ കുത്തുക. കുത്തിയോ? പെൻസിലിന്റെ മുന എയിൽ കുത്ത്. എന്നിട്ട് വേണ്ടേ ജിയുടെ താഴെ ഒരാർക്ക് വരയ്ക്കും. ജിയുടെ താഴെ ഒരാർക്ക് വരയ്ക്കും. എന്തോ എത്ര സെന്റിമീറ്റർ? വേണ്ട, കോമ്പസിന്റെ മുന ജിയിൽ കുത്തണം, പെൻസിലിന്റെ മുന എയിൽ കൊണ്ടുവന്ന് വെക്കണം, എന്നിട്ട് ആ ഡിസ്റ്റൻസ് എടുത്ത് താഴെ ഒരാർക്ക് വരയ്ക്കും. ഓക്കെ ഓക്കെ. ഇനി പെൻസിലിന്റെ മുന എഫിൽ കുത്തണം. അല്ല, കോമ്പസിന്റെ മുന എഫിൽ കുത്തണം, പെൻസിലിന്റെ മുന ബിയിൽ കുത്തിയിട്ട് ബിയിൽ കുത്തിയിട്ട് പെൻസിലിന്റെ മുന ബിയിൽ കുത്തിയിട്ട് ആ ഡിസ്റ്റൻസിൽ എഫിൽ കുത്തിക്കൊണ്ട് എന്ത് വരയ്ക്കുക? ഒരാർക്ക് വരയ്ക്കുക. അപ്പോ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ആ രണ്ട് ആർക്കുകളും കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയോ? കൂട്ടിമുട്ടി. ആ പോയിന്റിന് ഇപ്പൊ നമ്മൾ എവിടെ വരെ എത്തിയ പേര്? എ ബി സി ഡി ഇ എഫ് ജി എച്ച്. എന്ത് പേര് കൊടുക്കുന്നു? എച്ച്. ഞാൻ വിചാരിക്കുന്ന സംശയമുണ്ട്. എന്താ പ്രശ്നം? വാട്ട് ഹാപ്പൻ? കോമ്പസിന്റെ മുന എഫിൽ കുത്തുക, പെൻസിലിന്റെ മുന ബിയിൽ കൊണ്ടുപോകും. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴെ ഒരാൾക്ക് വരയ്ക്കുന്നത്. അത് രണ്ടുകൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് എന്ത് പേര് കൊടുക്കുക? എച്ച്. ഇനി ഇതിൽ ആരെയൊക്കെയാ പരസ്പരം യോജിപ്പിക്കണ്ടേ? എയും ജിയും കൂടെ എച്ചോ ജി എച്ചും ജി എച്ചും എഫ് എച്ച് അല്ലെങ്കിൽ എച്ച് എഫും കൂടാണ് എന്ത് ചെയ്യേണ്ടത്? യോജിപ്പിക്കേണ്ടത്. ഈ നീളം ഇങ്ങോട്ട് കിട്ടി, ഈ നീളം ഇങ്ങോട്ട് കിട്ടി. ഇത് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ റേഷ്യോ ഉള്ള സൈഡും കറക്റ്റ് ആയല്ലോ സംഗതി. അതിന്റെ താഴെ എഴുതിയിടണം എഫ് ജി എച്ച്. എഫ് ജി എച്ച് ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. എഫ് ജി എച്ച് ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. 2, 3, 4, 5 ആണെങ്കിൽ 2 + 3 + 4 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂട്ടി. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും ഇല്ല. അപ്പൊ ഓക്കെ ആണോ? ഓൾ സ്റ്റാൻഡേർഡ്. ആ വരച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. n നമ്പർ ഓഫ് ഈക്വൽ കപ്പാസിറ്റൻസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ C + C + C എത്ര? അതായത് n നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ n × C അല്ലേ? അത് നമുക്കൊരു താഴെ നോട്ടായിട്ട് താഴെ ഇത് നിങ്ങൾ നോട്ടല്ല, അത് എഴുതി വെക്കണം. That is in parallel connection. അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ട് എഴുതണം, നോട്ട്ബുക്കിൽ എഴുതണം. അടുത്ത ഹെഡിങ് എഴുതുക എക്സസൈസ് 2. ആ പേപ്പറിൽ തന്നെ എഴുതുക എക്സസൈസ് 2. ബ്രാക്കറ്റിൽ പേജ് നമ്പർ 46. പേജ് നമ്പർ 46. എന്തോ മനസ്സിലായില്ല? അതിന്റെ ഹെഡിങ് ഇല്ല, അത് വീട്ടിൽ കൊണ്ട് ബുക്കിലോട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓൾറെഡി നമ്മൾ എഴുതി വെച്ചേക്കുന്നതിന്റെ ബാക്കിയായിട്ട് തന്നെ എഴുതിയാൽ മതി. ഇനി പറയാൻ പോകുന്ന വർക്ക് ബുക്കില്ല, ബ്രാക്കറ്റ് എഴുതുക വർക്ക് ബുക്ക് എന്ന്. ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 46 എടുത്ത എല്ലാരും. എന്താ ചോദ്യം? ചോദ്യം വേണ്ട, ഒന്ന് നമ്പർ ഇട്ടാ മതി. ചോദ്യം വായിച്ചേ. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 centimeters ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:2. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച രണ്ടാമത്തെ എക്സാമ്പിൾ കണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച രണ്ടാമത്തെ എക്സാമ്പിൾ കണ്ടോ? അതൊന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാണ് ചെയ്തേക്കുന്നൊന്ന് വായിച്ചു നോക്കാം. എക്സാമ്പിൾ 2. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 centimeters ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3 എന്ന് 44-ാമത്തെ പേജിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം.
ആ ചോദ്യം വായിക്കാൻ പറഞ്ഞ പുസ്തകത്തിൽ നോക്കി വായിക്കാനല്ല, നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാലല്ലേ എങ്ങനെയാ ചെയ്യുന്നുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. ആ അതൊന്ന് വായിച്ചു നോക്കാം നോട്ട് ബുക്കിൽ. അപ്പോ ചോദ്യം മനസ്സിലായോ? ആ ഒന്ന് വായിച്ചു നോക്കാം. എന്തോ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ എനർജി സ്റ്റോർ ആണ്. അപ്പൊ ഇവിടെ എന്തുവാ വർക്ക് നടക്കുന്നത്? ആ എല്ലാരും ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഈ കപ്പാസിറ്റി ഇവിടെ നിങ്ങളോട് എന്താണ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്നത്? ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. ഒന്നും എഴുതരുത്, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരം വരയ്ക്കണം. എന്താ വരയ്ക്കണം? ഒരു ചതുരം. ആ റെക്ടാങ്കിളിനെ കുറിച്ച്, ആ ചതുരത്തിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷനാ പറഞ്ഞിട്ടുള്ളേ? ആ പെരിമീറ്റർ, ചുറ്റളവ് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണോ? ഓക്കെ. ആ പിന്നെ സൈഡ്സിന്റെ റേഷ്യോ, വശങ്ങളുടെ അംശബന്ധം എത്രയാണ്? 3:4. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഐഡിയ പ്രയോഗിക്കുവാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ചുരുക്കം പറഞ്ഞാൽ ആ 15 ഇൻറ്റു 3 4 കൂട്ടണം. 5 7. 7ൽ 3 ഭാഗമാണ് ആർക്ക് വരുന്നത്? ഒന്നാമത്തെ സൈഡിൽ വരുന്നത്. 15ൽ 7ൽ 4 ഭാഗമാണ്. ഇതായിരിക്കും ലെങ്ത്, ഇതായിരിക്കും ബ്രെഡ്ത്ത്. അതെനിക്ക് എങ്ങനെ മനസ്സിലായി? ഇത് ചെയ്ത് കിട്ടുന്ന ഉത്തരവായിരിക്കും ലെങ്ത്, ഇത് ചെയ്ത് കിട്ടുന്ന ഉത്തരവായിരിക്കും ബ്രെഡ്ത്ത്. അത്രേ ഉള്ളൂ, സാമാന്യ ബുദ്ധി. ഇത് 4 വലുതും 3 ചെറുതും അല്ലേ? 7 വീതം വെച്ചിട്ട് 4 ഭാഗം എടുക്കുമ്പോൾ അത് വലുതും, 7 വീതം വെച്ചിട്ട് 3 ഭാഗം എടുക്കുമ്പോൾ അത് ചെറുതും അല്ലേ? ആണോ? ചെറുതല്ലേ വീതി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. വലുതിനാണ് നീളം, ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ എന്താ കുഴപ്പം? 7നെ 15 കൊണ്ട്. ആ 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയരുത്. ഡിവൈഡ് ചെയ്യുമ്പോ പോയിന്റ് ഉള്ള ഒരു റെക്കറിംഗ് ഡെസിമൽ കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്പർ കിട്ടും. അതിനെ 3 കൊണ്ടും അതിനെ 4 കൊണ്ടും ഒക്കെ ഗുണിച്ചു വേണം ചെയ്യാനായിട്ട്. ആ മെഷർമെന്റ് നമുക്ക് എവിടെ കിട്ടത്തില്ല? സ്കെയിലിൽ കിട്ടത്തില്ല. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോഴാണ് നമ്മൾ ആരുടെ ഐഡിയ പ്രയോഗിക്കുന്നത്? പാരലൽ ലൈനിന്റെ ഐഡിയ. ആ എന്തുമായിരിക്കും പാരലലിന്റെ ഐഡിയ പറഞ്ഞിട്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാ. 15 സെന്റിമീറ്റർ. 2 രീതി വരയ്ക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് 15 സെന്റിമീറ്റർ തന്നെ എടുത്ത് വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം. അല്ലെങ്കിൽ 15ന്റെ പകുതി എത്ര? 7.5. അപ്പൊ എടുത്താട്ടെ. 7.5 സെന്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ ഒരു വര വരയ്ക്കാം. 7.5 സെന്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ ഒരു വര വരയ്ക്കാം. അതിലൊരു 7.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കും. വരച്ചോ. അതിന് എന്ത് പേര് കൊടുത്തു? കേട്ടോ, എ ബി. ആ എ ബിയുടെ നീളം എത്ര? 7.5. വേണമെങ്കിൽ സൈഡിലോട്ട് മാറ്റി എഴുതിയിട്ടാണ്. എ ബിയുടെ വില 7.5. ആ നമ്മുടെ റേഷ്യോ എത്രയായിരുന്നു? റേഷ്യോ 3:4. 3:4. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടുന്നു. എത്ര കിട്ടും? 7. 4 3 കൂട്ടിയാൽ 7. അപ്പൊ 7 സെന്റിമീറ്റർ നീളത്തിൽ ഒരു സ്ലാൻഡഡ് ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. എന്താ? ഒരു ചരിഞ്ഞ വര അങ്ങോട്ട് വരയ്ക്കാം. 7 സെന്റിമീറ്റർ നീളത്തിൽ അപ്പൊ എ സി എത്ര? 7 സെന്റിമീറ്റർ. സൈഡിൽ ഒന്ന് നോട്ട് ചെയ്തിരണം കേട്ടോ. എ സി 7 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? അല്ലല്ല, സിയും ബിയും കൂടെ യോജിപ്പിക്കണം. സിയും ബിയും കൂടെ യോജിപ്പിക്കണം. അടുത്തത് ഈ എ സിയെ 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററുമായിട്ട് ഡിവൈഡ് ചെയ്യണം. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക.
അപ്പൊ എയിൽ നിന്ന് 3 സെന്റിമീറ്റർ കഴിയുന്നിടത്ത് ഒരു കുത്തിടുക. ആ പോയിന്റ് എന്ത് പേര് കൊടുക്കുക? എന്ത് പേര് കൊടുക്കുക? എന്ത് പേര് കൊടുക്കുക? BD. അപ്പൊ എ തൊട്ട് ഡി വരെ എത്ര ഉണ്ട്? 3. ഡി തൊട്ട് സി വരെ എത്ര ഉണ്ട്? 4 centimeter. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? എനർജി സ്റ്റോർ ഈ ഡിയിലൂടെ ബി സിക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് ഒരു ലൈൻ വരയ്ക്കും. അതുപോലെ ഒരു കപ്പാസിറ്റർ എനർജി ആയിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇവിടെ ആ പ്ലേറ്റുകളുടെ ഇടയിലുള്ള കപ്പാസിറ്റർ പ്ലേറ്റിലെ ആ പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടിയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് അങ്ങനെ പ്ലേറ്റുകളുടെ കപ്പാസിറ്ററിന്റെ അതിന് ഡി എഫ് എന്ന് പേര് കൊടുക്കാം. പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡില് സ്റ്റോർ ചെയ്യുന്ന 3 പോയിന്റാണ് എനർജി ഒക്കെ ചാർജ്. എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? പാരലായിട്ട് ലൈൻ വരച്ചു. അപ്പൊ എന്തോ നമ്മൾ വിന്നപ്പ ചെയ്യും, എന്തോ ഉദ്ദേശം? അങ്ങനെ വരച്ചു കഴിയുമ്പോ ഈ എ തൊട്ട് ബി വരെയുള്ള ദൂരമല്ലേ 7.5. അതിനെ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്തു? അപ്പൊ സൈഡിലോട്ട് മാറ്റിയെഴുത്. EB ഈക്വൽ 3:. അപ്പൊ അത്രയും വരെ ഓക്കെ ആണോ? അപ്പോ ഇനി എന്ത് ചെയ്യും? ഇനി എന്തോ വരയ്ക്കണം? റെക്ടാങ്കിൾ. 2 രീതി വരയ്ക്കണം. ഓക്കെ. ഇതാണ് ബ്രെഡ്ത്ത്, വീതി. ഇതാണ് ലെങ്ത്. ഇവിടുന്ന് താഴോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ലെങ്ത് താഴോട്ടാക്കി വരയ്ക്കണം. ഇവിടുന്ന് താഴോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ബ്രെഡ്ത്ത് താഴോട്ടാക്കി വരയ്ക്കണം. തിരിഞ്ഞു പോകരുത്. ഇത് ബ്രെഡ്ത്തും ഇത് ലെങ്തുമാണ്. ഈ ബ്രെഡ്ത്ത് വെച്ചോണ്ടാണ് പടം വരയ്ക്കുന്നതെങ്കിൽ ഈ ലെങ്ത് നിങ്ങൾ താഴോട്ടാക്കി വരയ്ക്കണം. അല്ല, ഈ ലെങ്ത് എടുത്തോണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ബ്രെഡ്ത്ത്, വീതി താഴോട്ടാക്കി എന്ത് ചെയ്യണം? വരയ്ക്കണം. അപ്പൊ ഞാനിപ്പോ ലെങ്ത് എടുത്ത് വെച്ച് വരയ്ക്കാൻ പോകും. വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ട പരിപാടി പ്രൊട്രാക്ടർ എടുക്കാം. എന്തെടുക്കാം? പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടർ ഈയിൽ കൊണ്ടുവന്ന് വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ ഈയിൽ കൊണ്ടുവന്ന് വെച്ച് ഇതേ പരിപാടി പ്രൊട്രാക്ടർ ബിയിൽ കൊണ്ടുവന്ന് വെച്ചും എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? ഓക്കെ ആണോ? അപ്പോ ഓക്കെ. ഇനി എന്ത് ചെയ്യണം? അല്ല, ഇനിയും ആ ഇയിൽ നിന്നും താഴോട്ട് വരയ്ക്കണം. ബിയിൽ നിന്നും താഴോട്ട് വരയ്ക്കണം. എവിടെ നിന്നൊക്കെയാ വരയ്ക്കേണ്ടത്? ഇയിൽ നിന്നും താഴോട്ട് വരയ്ക്കണം. താഴോട്ട് ഇപ്പൊ തൽക്കാലം അളവൊന്നുമില്ല. ഓക്കെ, പഠിച്ചോ? അപ്പൊ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അല്ല, ഈ 90 ഡിഗ്രി വന്നതിന്റെ ഒരു ലോജിക്ക് എന്തോ? റെക്ടാങ്കിൾ ആകുമ്പോൾ, ചതുരമാകുമ്പോ ഓരോ കോണും ഓരോ ആംഗിളും എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി. ഇതുകൊണ്ടൊന്നുമില്ലല്ലോ. ഓക്കെ. അല്ല, താഴോട്ട് ഇനി എത്ര വേണ്ടത്? ഇത് ലെങ്താ. നമുക്ക് ബ്രെഡ്ത്താ താഴോട്ട് വരണ്ടേ, വീതിയാ താഴോട്ട് വരണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുത്തിട്ട് ഒന്നുകിൽ കോമ്പസിന്റെ മുന ഇയിൽ കുത്തുക, പെൻസിലിന്റെ മുന എയിൽ കൊണ്ടുവന്ന് വെക്കാം. വെച്ചോ? കോമ്പസിന്റെ മുന ഇയിൽ തന്നെ ഇരിക്കട്ടെ. താഴോട്ടൊരാർക്ക് വരയ്ക്കുക. ഓക്കെ. കോമ്പസിന്റെ മുന ബിയിൽ കൊണ്ടുവന്ന് വെക്കുക. താഴോട്ട് എന്ത് വരയ്ക്കുക? ഒരാർക്ക് വരയ്ക്കും. ഓക്കെ. അപ്പൊ ABCDE വരെ എത്തി, എന്നല്ലയോ? ഇത് F G. ആരെയൊക്കെ യോജിപ്പിക്കാം? Fഉം Gയും കൂടെ യോജിപ്പിക്കാം. ആരെയൊക്കെ യോജിപ്പിക്കാം?
എഫും ജിയും കൂടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മനോഹരമായി കാണുന്ന ഇ എഫ് ജി ബി ആണ് ആണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന റെക്റ്റാങ്കിൾ. അപ്പൊ അടുത്ത വലിയ എഴുതുക ഇ എഫ് ജി ബി ബി ഇ എഫ് ജി ഒരു കുഴപ്പമില്ല, ബി ജി എഫ് ഇ ഒരു കുഴപ്പമില്ല, ജി എഫ് ഇ ബി കുഴപ്പമില്ല. ഓർഡറിൽ അങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ബി ഇ എഫ് ജി ഈസ് ദി കേട്ടോ കറക്റ്റാ ഈസ് ദി റിക്വയർഡ് റെക്റ്റാങ്കിൾ. മലയാളത്തിൽ എഴുതുമ്പോ ബി ഇ എഫ് ജി ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ചതുരം. ഈ രണ്ട് സെക്ഷനിൽ നിന്ന് പഠിപ്പിക്കുന്നതിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് ഉറപ്പായും വരയ്ക്കാൻ, ചിലപ്പോൾ അതൊരു 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും, ചിലപ്പോൾ അതൊരു 5 മാർക്കിന്റെ ചോദ്യം ആയിരിക്കും. ഞാൻ അടുത്ത ദിവസം വരുമ്പോ നിങ്ങളുടെ പുതിയ പുസ്തകം വെച്ച് നടന്ന 2 ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുതരാം. നിങ്ങളാണ് ആ പുസ്തകം വെച്ച് എഴുതുന്ന 3ാമത്തെ ബാച്ച്. അപ്പൊ പരീക്ഷയ്ക്ക് അടുക്കാറാവുമ്പോഴത്തേക്ക് ഈ തീരുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ വേറൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്തോട് ചെയ്തു വെക്കണം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എങ്ങനെ ആ ചോദ്യം ചോദിക്കുന്നതിന് ഒരു ഐഡിയ കിട്ടും. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പൊ വരച്ചായിരുന്നോ? രണ്ടാമത്തെ ചോദ്യത്തിനാണെങ്കിൽ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എത്രണ്ണമുണ്ട്? ഒന്ന് വായിച്ച ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്സ് ബിലോ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റർ. അപ്പൊ ഒന്ന് വായിച്ച ചോദ്യം. ചുവടെ പറയുന്ന ഓരോ തലത്തിലുമുള്ള ത്രികോണം 13 സെന്റിമീറ്ററായി വരയ്ക്കുക. 13 സെന്റിമീറ്റർ ആയിട്ട്. അപ്പൊ നോക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പൊ ക്വസ്റ്റ്യനകത്ത് എന്തോ തന്നേക്കുന്നേ? പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട്. എത്രയാണ് പെരിമീറ്റർ ചുറ്റളവ്? 13 അല്ലേ? ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങളോട് ആദ്യം എന്തോ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിളാണ്? മലയാളത്തിൽ പറഞ്ഞാൽ സമഭുജ ത്രികോണം എന്ന് പറയും. എന്ന് പറഞ്ഞ അർത്ഥം എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. നിയമം എല്ലാ വശങ്ങളും തുല്യമാണ്. ആ തുല്യമായ 3 വശം കൂട്ടുമ്പോ 13 കിട്ടണം അല്ലേ? അപ്പൊ ഒരു വശത്തിന്റെ നീളം നിങ്ങൾ എന്തോന്ന് പറയും? മറ്റേ മേപ്പിളക്കുറ്റിയിലെ മോച്ചറി ഇരിക്കുന്നു. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അതിന്റെ 3 വശവും തുല്യമാണ്. ആണോ? ആ തുല്യമായ 3 വശവും കൂടെ കൂട്ടുമ്പോഴല്ലേ പെരിമീറ്റർ കിട്ടുന്നത്. അതെത്ര? 13. അപ്പൊ ഒരു വശത്തിന്റെ നീളം 13 സിത്താര ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കിടക്കുന്നു. 1 സൈഡ് ഈക്വൽ 13 എന്തേലും കുഴപ്പമുണ്ടോ? 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 പോയിന്റ് സംതിങ് എന്ന് പറയുന്ന ഒരു റെക്കറിംഗ് ഡെസിമൽ വന്നുകൊണ്ടിരിക്കും. അത് കോമ്പസിൽ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പടം വരയ്ക്കാൻ പറ്റില്ല. ആ ഐഡിയ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ആരെ കൂട്ടുപിടിക്കുന്നത്? പാരലൽ ലൈൻ. ഇനി പാരലൽ ലൈൻ്റെ ഐഡിയ പറഞ്ഞു. ആദ്യമേ 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ആദ്യം 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ആ വരയ്ക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. എ ബി. ഇനി എന്ത്? അല്ല, ഇതിനെ 3 ആക്കണ്ടേ? പക്ഷെ 13നെ 3 ആക്കാൻ പറ്റത്തില്ല. നമ്മളത് 13ന്റെ താഴെ 3 ഈക്വൽ ആക്കാൻ പറ്റുന്ന ഒരു നമ്പർ എടുക്കണം. എത്ര?
12. ഓക്കെ. അപ്പൊ നമ്മള് എയിൽ നിന്ന് ചരിച്ച് 12 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരച്ചു. അതിന്റെ അങ്ങേറ്റത്ത് എന്ത് പേര് കൊടുത്തു? സി. ഓക്കെ. ഇനി ആരെയൊക്കെ യോജിപ്പിക്കണം? സാർ എത്ര നീളത്തിലാണ് വരച്ചത്? 12 13ന്റെ താഴെ 3 വീതം വെക്കാൻ പറ്റുന്ന ഒരു സംഖ്യ. ഓക്കെ. ഇതിന് എന്ത് ചെയ്യണം? 3. അപ്പൊ എത്ര വരും? 4 4 4. അപ്പോ എയിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ആ പോയിന്റ് പേര് കൊടുക്കും ഡി. 4 സെന്റിമീറ്റർ. അടുത്തേ ഡിയിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലത്തിൽ അടുത്ത പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനെന്ത് പേര് കൊടുക്കും? ഇ. അപ്പോ 4 4 4 4 4 8 8 4 12. കറക്റ്റ് ആയല്ലോ. ഇനി എന്ത് വരയ്ക്കണം? പാരലൽ ലൈൻ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? പറഞ്ഞേട്ടെ, എങ്ങനെ വരയ്ക്കും പാരലൽ ലൈൻ? സെറ്റ് സ്ക്വയർ എടുത്ത് ബി സിയിലോട്ട് വെക്കുക. സെറ്റ് സ്ക്വയറിന്റെ ചുവട്ടിലോട്ട് സ്കെയിൽ എടുത്ത് വെക്കുക. സെറ്റ് സ്ക്വയർ നിരക്കുന്നു. എവിടെ കൊണ്ടുവരുന്നു? ആദ്യം ഇയിൽ കൊണ്ടുവരും. എവിടെ കൊണ്ടുവരുന്നു? ഇയിൽ കൊണ്ടുവരുന്നു. ഇയിൽ കൊണ്ടുവന്നിട്ട് ഇയിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കണം. ഇയിൽ നിന്ന് താഴോട്ട് എവിടുന്നു? അടുത്തതാ വീണ്ടും സ്കെയിൽ ചേർത്ത് വെക്കുന്നു. സെറ്റ് സ്ക്വയർ നിരക്കുന്നു. എവിടെ കൊണ്ടുവരുന്നു? ഡിയിൽ കൊണ്ടുവരും. ഡിയിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കണം. ഓക്കെ. എ ബി സി ഡി ഈ വരെയായി. ഇക്ക് താഴെയുള്ളതിന് എഫ് എന്ന് പേര് കൊടുക്കുക. ഡിക്ക് താഴെയുള്ളതിന് ജി എന്ന് പേര് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഈ എ ജി ജി എഫ് എഫ് ബി ഇവരെങ്ങനെയുള്ളവർ? എ ജി ജി എഫ് എഫ് ബി ഇവർ എങ്ങനെയുള്ളവരാ? ഈക്വൽ ആയവരാ. ഇങ്ങനെയുള്ളവരാ. അപ്പൊ സൈഡിലോട്ട് എഴുതിയത് എ ജി ഈക്വൽ ജി എഫ് ഈക്വൽ എഫ് ബി. ഈക്വൽ വേണമെങ്കിൽ സിത്താരെ നമുക്ക് കലാപരമായിട്ട് എഴുതാം. എങ്ങനാ? 13/3 അല്ലേ? എ തൊട്ട് ബി വരെയുള്ള മൊത്തം നീളം 13 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ്? ആ 13-നെയല്ലേ നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കി വെച്ചത്. ഒരു പാർട്ടിന്റെ ലെങ്ത് 13/3 അല്ലേ? ഇനി എന്തൊരു വരയ്ക്കണം? ഇക്വലാട്രൽ ട്രയാങ്കിൾ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? എങ്ങനെ വരയ്ക്കും? കോമ്പസും പെൻസിലും ഉപയോഗിച്ചു. വേണ്ടേ? കോമ്പസിന്റെ മുന ജിയിൽ കുത്തുക. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൂന് കാണാൻ പറ്റുന്നുണ്ടോ? പെൻസിലിന്റെ മുന എവിടെ വെക്കുക? എയിൽ വെക്കാം. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കുന്നവരെ വേദിയിൽ വിളിക്കുകയും ആദരിക്കുകയും മൊമെന്റോ നൽകി ഞാൻ അവിടെ കൊണ്ടിരുത്തുകയും ചെയ്യും. കോമ്പസിന്റെ മുന ജിയിൽ വെച്ചോ. പെൻസിലിന്റെ മുന എവിടെ വെച്ചു? എയിൽ വെച്ചു. ചിത്താര എവിടെ വെച്ചു? എയിൽ വെച്ചു. എന്നിട്ട് ജിയിൽ കുത്തിക്കൊണ്ട് ഒരാർക്ക് അങ്ങോട്ട് വരയ്ക്കാം. നിങ്ങൾ ഈ ആർക്കൊക്കെ വരയ്ക്കുമ്പോഴേ ആദ്യത്തെ ആർക്ക് ഇച്ചിരി നല്ല വലിപ്പത്തിൽ വരച്ചോണം. മനസ്സിലായില്ല? ആദ്യം വരയ്ക്കുന്ന ആർക്ക് ഇച്ചിരി ലെങ്ത് കൂട്ടി അങ്ങ് വരച്ചോ. ഓക്കെ. അശ്രദ്ധയായിട്ടിരിക്കുമെന്നോ? അല്ല. ഇനി അടുത്തത് വേറെ അകലം എടുക്കണോ? വേണ്ട. കാരണം ഇതെല്ലാം ഈക്വൽ ആണ്. കോമ്പസിന്റെ പോലെ എഫിൽ കുത്തിക്കൊണ്ട് താഴെ സിത്താരെ മറ്റൊരാർക്ക് വരയ്ക്കാം. സിത്താരുടെ ഒക്കെ പേരൊക്കെ അതല്ലേ ഞാൻ അവിടെ കേട്ടു. ആണല്ലോ. ഇതിപ്പോ എവിടോട്ട് വേണമെങ്കിലും വരയ്ക്കാം. എ ജിയിൽ നിന്ന് താഴോട്ട് വരയ്ക്കാം. ജി എഫിൽ നിന്ന് താഴോട്ട് വരയ്ക്കാം. എഫ് ബിയിൽ നിന്ന് താഴോട്ട് വരയ്ക്കാം. ഇനി താഴോട്ട് വരയ്ക്കുന്നതിനുള്ള ചില സ്കൂളുകാർ ഇതൊക്കെ തിരിച്ച് മേളോട്ടാക്കി വരയ്ക്കും. എങ്ങനെ? ഇങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ വരച്ചു വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വരപ്പിക്കുമ്പോൾ എങ്ങോട്ട് വരപ്പിക്കുന്നത്? താഴോട്ടങ്ങ് വരപ്പിക്കുന്നത്. ഓക്കെ. അത് രണ്ടോടെ ഒരു പോയിന്റ് കൂട്ടിമുട്ടിയോ? ആ പോയിന്റ് എന്ത് പേര് കൊടുക്കും? എച്ച്. ഇനി ആരെ യോജിപ്പിച്ച് വരയ്ക്കാം?
ആ ജി എച്ചും ആ ജി എച്ചും ആ എഫ് എച്ചും കൂടെ യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏതാ? നമ്മുടെ സമഭുജ ത്രികോണം ഏതാ? ആ ജി എഫ് എച്ച് അല്ലെങ്കിൽ ജി എച്ച് എഫ് അല്ലെങ്കിൽ എഫ് എച്ച് ഡി, ഏതായാലും 3 അക്ഷരം കറക്റ്റ് ഓർഡറിൽ വരണം. ആ അപ്പൊ എഴുതുക ജി എച്ച് എഫ് ആ ഈസ് ദി റിക്വയർഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. മലയാളത്തിൽ ജി എച്ച് എഫ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന സമഭുജ ത്രികോണം. ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ആ ബോർഡിലേക്ക് നോക്കാം. വീണ്ടും നിങ്ങൾ എന്ത് വരയ്ക്കണം? ബോർഡ് മിണ്ടായിരിക്കുന്നു. അല്ല, ട്രയാങ്കിൾ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ആ ട്രയാങ്കിളിന്റെ എന്തിന് മാറ്റമില്ല? പെരിമീറ്ററിന് മാറ്റമില്ല. അവിടെ കണക്ക് ക്ലാസ് ഇരിക്കുമ്പോൾ ലെക്ക് ലഗാനോട് കൂടി ഇരിക്കണം. ഇതെല്ലാം ലിങ്ക് ചെയ്ത് വന്നാലേ സംഗതി റെഡിയാവത്തുള്ളൂ. അല്ലാതെ ഒരു കണക്ക് കഴിഞ്ഞിട്ട് അടുത്ത കണക്ക് എത്തുമ്പോഴത്തേക്ക് അതിനു മുമ്പ് വരെ ഉള്ളത് മൊത്തം ഡിലീറ്റ് ബട്ടൺ അടിച്ചേറ്റ് വന്നിരുന്നാൽ ഒരു വകയും കത്തത്തില്ല. രണ്ടാമത്തേത് എന്ത് തന്നെയാണ് വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ. അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 13. പെരിമീറ്റർ എത്രയാണ്? ആ നോക്കിക്കോളൂ, പെരിമീറ്റർ 13. പെരിമീറ്റർ എത്രയാണ്? വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ? സൈഡ്സിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാണ്? 3:4. ആ 3:4. ഹലോ വരയ്ക്കാനൊക്കെ ആര് പറഞ്ഞു? ആ അപ്പോ 8ാം ക്ലാസ്സിൽ പഠിച്ച ഐഡിയ വെച്ചാണെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം ഫസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ 13 ഇൻറ്റു 3 4 7 7 5 12 12 വീതം വെച്ചതിലെ അവിടെ തന്നെ പണി പാളി. കാരണം 13നെ 12 ഡിവൈഡ് ചെയ്യുമ്പോ 1 സംതിങ് എന്ന് പറയുന്ന ഒരു റെക്കറിംഗ് ഡെസിമൽ, ഒരു ആവർത്തക ദശാംശം നിങ്ങൾക്ക് കിട്ടും. അതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പം ആദ്യത്തെ സൈഡ് കിട്ടും. അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പം രണ്ടാമത്തെ സൈഡ് കിട്ടും. അതിനെ 5 കൊണ്ട് ഗുണിക്കുമ്പം മൂന്നാമത്തെ സൈഡ് കിട്ടും. അതെല്ലാം റെക്കറിംഗ് ഡെസിമൽ ആണ്. പോയിന്റ് കഴിഞ്ഞ് നമ്പർ ആവർത്തിച്ചു വരുന്ന ദശാംശ സംഖ്യയാണ്. അത് കോമേഴ്സ് എടുത്ത് വരയ്ക്കാൻ പറ്റുമോ? അടി മേടിക്കുകയെന്ന് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാരലൽ ലൈനിന്റെ ഐഡിയ പറഞ്ഞിട്ട് എന്തോ പാരലൽ ലൈനിന്റെ ഐഡിയ. ആദ്യം 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര. ഇവിടുന്ന് വിളിച്ചാൽ വരുമോ? എടുത്തോണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അല്ലെ ഇങ്ങനെ ബാബ എന്ന് പറഞ്ഞാൽ വരുമോ? അങ്ങനെ ഇല്ല. ആദ്യം 13 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുക? ഒരു വര വരയ്ക്കുക. വരച്ചാട്ടെ. ആദ്യം 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. എത്ര സെന്റിമീറ്റർ ആണ്? അതിന് നമ്മൾ AB എന്ന് പേര് കൊടുത്തു. സൈഡിൽ വർക്കിംഗ് കൊടുത്തോണ്ട് എഴുതിയിട്ടേക്കണം. ABയുടെ നീളം എത്രയാണ്? 13. ആക്ച്വലി ഇതിനെയാണ് നമ്മൾ 3:4:5 ആയിട്ട് കട്ട് ചെയ്യേണ്ടത്. പക്ഷെ അത് പറ്റത്തില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ കൂട്ടുന്നു. 3 4 5 7 7 5 13 12 12 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ വര അങ്ങോട്ട് വരയ്ക്കണം. 12 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ വര വരയ്ക്കണം. അതിനെന്ത് പേര് കൊടുക്കുന്നു? സി. ഇനി എന്ത് ചെയ്യണം? ബിയും സിയും കൂടെ യോജിപ്പിക്കണം. ഓക്കെ. ഇനി ഇതിനെ എത്രയൊക്കെയായിട്ട് മുറിക്കണം? 3 4 5 ആയിട്ട് മുറിക്കണം.
അപ്പൊ ഇതിന് എത്രയൊക്കെയാ മുറിക്കണ്ടേ? ആ താഴെ വന്ന പ്രശ്നമാർ എല്ലാവരും കയറി പോലെ ആ എത്രയായിട്ട് മുറിക്കണം? 3ഉം 4ഉം 5ഉം 3ഉം 4ഉം 5ഉം. ആ അപ്പൊ എയിൽ നിന്ന് ആദ്യം ഒരു 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു അല്ലേ? അതിനെന്ത് പേര് കൊടുക്കുന്നു? ഡി എന്ന് പേര് കൊടുക്കും. അപ്പൊ എ തൊട്ട് ഡി വരെ എത്ര ഉണ്ട്? 3. അടുത്തത് ഡി തൊട്ട് എത്ര സെന്റിമീറ്റർ? 3. 4 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ്? 4. അതിന് ഇ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഡി തൊട്ട് ഇ വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? അതുകൊണ്ട് എത്ര സെന്റിമീറ്റർ? 4. എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ. അപ്പൊ ഇ തൊട്ട് സി വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 5. ഇനി എന്ത് ചെയ്യണം? ഇതോടെ രേഷനകത്ത് എഴുതിയിട്ടിരിക്കുക. ഇനി എന്ത് ചെയ്യണം? പാരലൽ ലൈൻ വരയ്ക്കണം. എന്താ വരയ്ക്കണം? നമ്മുടെ സെറ്റ് സ്ക്വയർ എടുത്ത് എവിടെ വെക്കുന്നു? ബി സിയിൽ വെക്കുന്നു. അതിന്റെ അടിയിലോട്ട് ആരെ ചേർത്ത് വെക്കണം? സ്കെയിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് സെറ്റ് സ്ക്വയർ പതുക്കെ നിരക്കുക. എവിടെ കൊണ്ടുവരുന്നു? ഇയിൽ കൊണ്ടുവരുന്നു. എവിടെ കൊണ്ടുവരുന്നു? ഇയിൽ കൊണ്ടുവന്നിട്ട് താഴോട്ടൊരു ലൈൻ വരയ്ക്കാം. താഴോട്ടൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് വീണ്ടും സ്കെയിൽ ചേർത്ത് വെക്കുന്നു. സെറ്റ് സ്ക്വയർ നിരക്കുന്നു. എവിടെ കൊണ്ടുവരുന്നു? ഡിയിൽ കൊണ്ടുവരും. എവിടെ കൊണ്ടുവരുന്നു? ഡിയിൽ കൊണ്ടുവരും. ഇക്ക് താഴെയുള്ളത് എഫും ഡിക്ക് താഴെയുള്ളത് ജിയും. അപ്പോ താഴെയുള്ള 13 സെന്റിമീറ്റർ നീളമുള്ള വരയെ നമ്മൾ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്തു? 3:4:5 കട്ട് ചെയ്തു. ഫൈലോട്ട് എഴുതണം. എ ജി ഈസ്റ്റു ജി എഫ് ഈസ്റ്റു എഫ് ബി ഈക്വൽ അതുകൊണ്ട് ആ റേഷനകത്ത് എഴുതിയിട്ടിരിക്കാം. എഫ് ബി ഈക്വൽ 3:4:5. ഇവിടം വരെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഈ മെഷർമെന്റ് എന്തിലെടുത്ത് വരച്ചാൽ മതി? ഈ മെഷർമെന്റ് എന്തിനെടുത്ത് വരച്ചാൽ മതി? കോമ്പസിൽ എടുക്കാം. ആദ്യം കോമ്പസിന്റെ മുന ജിയിൽ കുത്തുക. കോമ്പസിന്റെ മുന പെൻസിലിന്റെ മുന എയിൽ കുത്തുക. എന്നിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാൻ. താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ അറിയോ? കോമ്പസിന്റെ മുന ജിയിൽ കുത്തുക, പെൻസിലിന്റെ മുന എയിൽ കുത്തുക. ആ ഡിസ്റ്റൻസ് എടുത്ത് താഴെ ഒരു ആർക്ക് വരയ്ക്കാം. അതെ പഠിച്ചോ? ഇനി കോമ്പസിന്റെ മുന എഫിൽ കുത്തുക, പെൻസിലിന്റെ മുന ബിയിൽ കുത്തുക. ആ ഡിസ്റ്റൻസ് എടുത്തോണ്ട് ഒരാർക്ക് വരയ്ക്കാം. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റിന് ജി എച്ച് എന്ന് പേര് കൊടുക്കാം. ഇത് പേര് കൊടുക്കാം എച്ച്. അപ്പൊ വരച്ചോ? ഓക്കെ. ഇനി ആരെയൊക്കെ യോജിപ്പിച്ച് വരയ്ക്കുക? ജിയും എച്ചും കൂടെ യോജിപ്പിക്കുക. എച്ചും എഫും കൂടെ യോജിപ്പിക്കും. എച്ചും എഫും കൂടെ യോജിപ്പിക്കും. ഓക്കെ. ഇനി അതിനകത്തിലെ ഒരു ചോദ്യങ്ങളുണ്ട്. അതോടെ ആകുമ്പോഴത്തേക്ക് ഈ പാഠത്തിലെ കൺസ്ട്രക്ഷൻ തീരും. പിന്നെ ഇനി അങ്ങോട്ടുള്ളതെല്ലാം പ്രൂവ് ആക്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ.